സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട് ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു. ഷെഫീദ് റാവുത്തർ ചേരുകയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ഷെഫീദ്, എന്തൊക്കെയാണ് മഴയുടെ വാർത്തകൾ? തലസ്ഥാന നഗരത്തിൽ മഴ എങ്ങനെയാണ്? തിരുവനന്തപുരം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ മഴയുടെ തീവ്രത എത്രമാത്രം? വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന മഴ അത് ഇന്നും തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്തടക്കം ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയായിരുന്നു. നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ലൈവ് കൊടുക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാര്യമായ മഴയുണ്ട്. മാത്രവുമല്ല അത് ഇന്ന് കാര്യമായി തുടരും എന്നുള്ളത് കൂടി ഒരു മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത അത് കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് സംസ്ഥാനത്തടക്കം മഴയ്ക്ക് കാര്യമായ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാൻ സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളൊരു പ്രവചനം അത് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ 2 ദിവസം കൂടി തുടരും എന്നുള്ളതാണ് നിലവിലിപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രവചനം കൂടി ഇതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും പൊതുജനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന ജാഗ്രത അത് പാലിച്ചുള്ള മുൻകരുതൽ എടുക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് അത് തുടരുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്നുള്ള കാര്യമായ ഒരു കരുതൽ അത് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള ആളുകൾ നൽകുന്നുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അക്കാര്യത്തിലും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമുണ്ട്. ഏതായാലും വലിയ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. മാത്രവുമല്ല ഈ മഴ ഈ രീതിയിൽ തന്നെ അടുത്ത 2 ദിവസം കൂടി തുടരും എന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പ്. ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലെ കാലാവസ്ഥ നിർണ്ണയിക്കും. മാത്രവുമല്ല കാലവർഷം അത് ഏത് രീതിയിൽ സംസ്ഥാനത്തേക്ക് എൻ്റർ ചെയ്യുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പല നഗരങ്ങളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോട് അടക്കമുള്ള നഗരങ്ങളിൽ ഈ വെള്ളക്കെട്ടിൽ വീണ മനുഷ്യർക്ക് കാര്യമായ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്നുണ്ട്. സ്കേൻ ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. ആ കൊടയും പിടിച്ച് നേരെ പോയിട്ട് നമ്മുടെ ബ്രാഹ്മിൻസ് ഹോട്ടലുണ്ടല്ലോ അവിടെ പോയിട്ട് ഒരു നല്ല കോഫിയും 2 ഇഡ്ഡലിയും കഴിച്ചോളൂ. ഓക്കെ, ഷെഫീദ് റാവുത്തർ അവിടെ നിന്നാണ് സ്ഥിരം ഭക്ഷണം കഴിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.